പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ. ഒരുപക്ഷെ നിങ്ങളാരും നിങ്ങളുടെ കൊടുങ്കാറ്റൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ കടന്നുപോയ ആൾക്കാരായിരിക്കില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ അമേരിക്കയിലും ചൈനയിലും മറ്റു പല രാജ്യങ്ങളിലും കൊടുങ്കാറ്റുണ്ടായപ്പം അവിടെ എഴുതിയിരിക്കുക ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. വീട് തകർന്നുപോയി, വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി, വാഹനങ്ങൾ മറിഞ്ഞു വീണു, പറന്നുപോയി. വലിയ മരങ്ങൾ, ഒരിക്കലും വീഴില്ലെന്ന് വിചാരിച്ച മരങ്ങളതാ നിലത്ത് വീണ് കിടക്കുന്നു. റോഡും പരിസരങ്ങളെല്ലാം അലങ്കോലമായി ഇലകൾ കൊണ്ടും മരച്ചില്ലകൾ കൊണ്ടും വീട് തകർന്ന് ഒടിഞ്ഞ് ആകെ ഡിസോർഡറാവും. പക്ഷെ ബൈബിൾ വായിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് വന്നപ്പം ഒരു വീടിൻ്റെയും മേൽക്കൂര പോയി എന്ന് എഴുതിയിട്ടില്ല, ഒരു മരവും വീണെന്ന് എഴുതിയിട്ടില്ല, ഒരാളുടെ ജീവിതവും താറുമാറായി ഡിസോർഡറായി എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിലല്ല ഈ കൊടുങ്കാറ്റെന്ന വിഷയത്തെ നിങ്ങൾ കാണേണ്ടത്. സാധാരണ നിലയിൽ ഒരു നല്ല കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടിയാ, മരം വീഴുവോ, പ്രശ്നം ഉണ്ടാവുമോ, യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഒരു ചെറിയ മരം പോലും വീണില്ല, ഒരസ്വസ്ഥതയുണ്ടായില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കാറ്റ് അവരുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത്, ആ കാറ്റ് അവരോട് സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൊടുങ്കാറ്റടിച്ച വീട് മുഴുവൻ നിറയുന്ന ആദ്യത്തെ അറിവല്ലേ നിങ്ങളുടേത്? കൊടുങ്കാറ്റടിക്കുമ്പോൾ വീട് പോവുകയാണ് ചെയ്യേണ്ടത്, വീടിൻ്റെ മേൽക്കൂര, ഓട്, ആസ്പെറ്റോസ് ഷീറ്റ് പറന്നു പോവുകയാണ് ചെയ്യേണ്ടത് കൊടുങ്കാറ്റടിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഒരു വീടിനെ മുഴുവൻ നിറച്ച കാറ്റാണ് ഈ പരിശുദ്ധാത്മാവ്.